ഹായ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതിപ്പോൾ ഞാൻ രാവിലെ തന്നെ കാസ്റ്റിങ്ങിന് ഇറങ്ങിയാണ്ട. കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ കാളഞ്ചിക്ക് ചെമ്പലി പിടിക്കാനൊക്കെ ആയിട്ടാണ് പുഴയിലോട്ടാണ് പോയത്. അപ്പോൾ ഞങ്ങൾ ഒരു പുതിയ വഞ്ചി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതായിട്ടാണ് ഞങ്ങൾക്ക് ഇറങ്ങിയത്. ഞാൻ കാണിച്ചു തരാം, വീഡിയോസൊക്കെ കാണിച്ചു തരാം. പക്ഷേ ഒന്നും അടിച്ചിട്ടില്ല. വെള്ളമൊക്കെ മോശമായതുകൊണ്ടൊന്നും അടിക്കാനുണ്ടായിരുന്നില്ല. പിന്നെ പല സ്ഥലങ്ങളൊക്കെ ആയിട്ട് അടിക്കുന്നുണ്ട്, കാളഞ്ചിയൊക്കെ അടിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ലോങ് പോയി നോക്കണം. അപ്പോൾ നമുക്ക് ഇവിടെ ലോക്കൽ ഇപ്പോൾ അടി കുറവാണ്, മീനടി കുറവാണ്. അപ്പോൾ നമ്മൾ ചേർന്നാണ് ഇപ്പോൾ ഇറങ്ങണത്. നമ്മ ഇപ്പോൾ ചേർന്നിറങ്ങിയിട്ട് ഇപ്പോൾ രക്ഷയില്ല. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇപ്പോൾ ഒരു 2-3 മീനായിട്ട് കിട്ടിയിട്ടുണ്ട് ചേർന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കാണാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ അതൊന്ന് പോയി കണ്ടിട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പോയി കണ്ടിട്ടോ. ഓക്കെ. അടിച്ചാ അടിച്ചെന്ന് തോന്നുന്നു. നോക്കട്ടെ. എവിടെ സ്റ്റെക്കിരിക്കണ? ടൈറ്റ് വിടണ്ട കേട്ടോ. വലുതാണോ? വെള്ളം കൊണ്ടിരിക്ക. പിന്നെ അടിച്ചിട്ടേ ഇങ്ങാണ്ട് ഓടിയതാ. റൈഡ് കൂട്ടിയിട്ടേക്കല്ലേ. അവിടെ നീ വലിച്ച സമയത്ത് ഒരുപാട് ബലം പിടിക്കണ. അത് വീടോടെ അനങ്ങ ഒരെണ്ണം അടിച്ചിട്ടതെ സ്റ്റെക്കാട്ടിരിക്കുകയാണ്. ഇവിടെ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. ഇറങ്ങണ്ട വേറെ കൊണ്ടിരിക്കല്ലേ. അകത്തോട്ട് വിടണ്ടോ? അതല്ലെന്ന് ശരിക്കും അകത്തോട്ട് വിടണ്ട. ആണോ? അപ്പൊ അകത്തോട്ടുണ്ടാവും. ഞാൻ ആ ടൈറ്റ് എത്തിയാൽ മതി. ഒരു മീനിങ് ആട് കൂടിയിട്ട് മതി. ഒരുപാട് ബലം പിടിച്ചാലും പോവും. അതേ നൈസായിട്ടൊന്ന് പൊങ്ങി കിട്ടും നമുക്ക്. എടാ മറ്റേ ചതുപ്പോലെ അടക്കല്ലേ. ഓ അന്ന് വേണോ? ചെറുതാണ്. ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അല്ല അപ്പൊ അത് ബലം പിടിക്കാണത്. ഈ ഡ്രാഗ് കഴിഞ്ഞോണതിന്റെയാണ് ആ സീൻ വന്നത്. ഡ്രാഗേ ബൈക്കാസിന്റെ ഡ്രാഗ് കഴിഞ്ഞോണം, അതാണ് സീൻ. ബൈക്കാസ് ഇതെങ്ങനെ കൊണ്ടേക്കണേ? തിരിഞ്ഞാണോ കൊണ്ടേക്കണല്ല? എന്തെങ്കിലും ഫ്രോ കൊണ്ടേക്കണ തിരിഞ്ഞോണ്ടേക്കണല്ലേ. അമ്പോ ഒരെണ്ണം കണ്ണി കൂടെ, ഒരെണ്ണം ഇതിൽ കൂടെ. കയറി കമ്മി എന്തായാലും കൊണ്ടുവരണ്ട. അതാണ് അത്ര ബലം പിടിച്ചിട്ടും പോന്നില്ലേ. ചെറുതാണ്. വലിയവനാണ്. ഞാൻ വിചാരിച്ചത് ഒരു 1 കിലോ തികയില്ല. ഒരു 3/4 കിലോ ഉണ്ടാവും. അത്ര ഉണ്ടാവുള്ളൂടാ. ഈ സൈസ മീനാണ് ഇവിടെ നിന്ന് അടിക്കണ. ഇപ്പൊ വലിയ മീനൊന്നും ഇപ്പൊ അടിക്കാറേ കൂടിയില്ല. പോയി 2 രീതി അകത്തൊന്നും പുറത്തൊന്നും ഇങ്ങനെ എനിക്കൊന്ന് തല തിരിഞ്ഞേ മറിഞ്ഞപ്പോഴേ രസം കാണാൻ. പിന്നെ നല്ല രസമുണ്ട്. ഓക്കെ. അപ്പൊ അടുത്തേനെ പിടിക്കാൻ നമുക്ക്.
അടുത്തോണ്ടാണ് അടിച്ചത്. ചെറുതാണ് ഇവനെ, ഞാൻ കണ്ട് അവിടെ ചെറുടെ പക്ഷെ എന്നാലും കുഴപ്പമില്ല. കൂടെ ഒക്കെ വീണ് അങ്ങനെയൊക്കെയാണ് വീണേക്കണമെന്നൊരു പിടിയില്ല. കുളത്ത് ഇതായിട്ടിരിക്കണ്ട, കുളത്ത് കണ്ട കത്തിരിക്കുന്നു. ഒരെണ്ണം മാത്രമേ കൊണ്ടിട്ടുള്ളൂ. അടുത്തും കൊണ്ട് അടിച്ചത്. സ്ട്രൈക്ക് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ? 1.5 കിലോ ഉണ്ടാവുള്ളൂ, എത്ര ഉണ്ടാവുള്ളൂടാ. എന്നാലും കുഴപ്പമില്ല, നമുക്ക് അടുത്തതിനെ കിട്ടും നോക്കാം. എൻ്റെ പൊന്ന് ഊരെടുത്തിട്ടാ, കുറേ പാടുണ്ട്. ചേർന്ന് എന്തുവാകും ഇല്ല. ഞാൻ ആദ്യം പറഞ്ഞ അടിക്കണ്ടായിരുന്നില്ല. എനിക്ക് ഇന്നലെ തന്നെ ഞാൻ അവിടെ നിന്ന് വെട്ടിച്ചു ഇതിനെ. വെട്ടിച്ചിട്ട് ഈ ചണ്ടി കണ്ട കറുത്തള ചണ്ടി ഇടത്ത് വെച്ചിട്ട് അങ്ങാട് മീൻ കയറിയിട്ട് കുത്തിയിരുന്നപ്പോൾ അവൻ വിട്ടുപോയി. അതിൻ്റെ അപ്പുറത്ത് അവിടെ തന്നെ മീൻ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഒരര പൊട്ടിപ്പോൾ അങ്ങാട് പോകും. അപ്പോൾ അത് കണ്ടപ്പോൾ ഒരു സംശയം തോന്നി 2-3 പേര് നോക്കിയാണ്. അത് മീനായിരുന്നു. നല്ല മീനാണ്. ഞാൻ പറഞ്ഞ വെള്ളം എടുക്കുന്നുണ്ടല്ലേ. ഇന്നലെ 9-നെയൊക്കെ ഞാൻ നിൽക്കുന്നു ഇവിടെ. നല്ല രീതിയിൽ എറിഞ്ഞിട്ട് കൊണ്ട് മീനടിക്കല് എറിഞ്ഞു. ഗ്രിപ്പെടുത്തോ കൈ പൊളിക്കാൻ വന്നവനാ. ഫ്രൂ കളഞ്ഞ ആ കവറിങ് മീനൊന്ന് കാണിച്ചേക്കാം. മീമി ചെറുതാണ്ട ഈ സൈസ് അടിക്കണ ഫ്രോ എറിച്ചു. പിടപ്പുള്ളവനാ. പിടപ്പുള്ളവന്മാരെ നമ്മൾ ഒതുക്കി പിടിച്ചില്ലെങ്കിൽ പണി പാടും. അവിടെ നിന്ന് അടിച്ചിട്ട് വിട്ടു. അവിടെ കരപ്പുറോടാ അടിയത്ത് മീനുണ്ടോ?
എവിടെ ഫോളോ ആണോ? അല്ലേ ഫോളോ ഫോളോ. പാല ഞാൻ പറഞ്ഞില്ല ഫോളോ ചെയ്തെന്ന് പറഞ്ഞില്ലേ, അവരാണ് അരികത്തോരം വന്നു ചോദിച്ചാ. കിട്ടിയില്ലല്ലോ, വായിലോട്ട് കയറിയില്ല. ഞാൻ വെറുതെ അനക്കി കൊടുത്തു. പേടിച്ചു പോയി പോലെ. ഫ്രോഗ് തുളഞ്ഞു പോയി. വെറുതെ എല്ലാം കിട്ടായിരുന്നു.